നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ജനശ്രീ സുസ്ഥിര വികസന മിഷനെതിരായ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പിന്നിലെന്താണ്? സ്വയം പര്യാപ്തതയുടെ കൂട്ടായ്മയിൽ ജനശ്രീ വഹിക്കുന്ന പങ്കെന്താണ്? ജനശ്രീയെ വേട്ടയാടുന്ന ആരോപണങ്ങളും വസ്തുതകളുമാണ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. പ്രതികരണങ്ങളുമായി സൌത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് മുൻ ചെയർമാൻ ശ്രീ ആർ പ്രഭ, കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ ഗോപകുമാർ, സാമ്പത്തിക വിദഗ്ധരായ ശ്രീ സനിൽകുമാർ, ബിജോയ് ടി പുലിട്ര എന്നിവർ തത്സമയം ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം ഡോക്ടർ ഗോപകുമാറിലേക്കാണ്. സ്വയം സഹായ സംഘങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയിലാണോ കേരളത്തിൽ ജനശ്രീ കുടുംബശ്രീ തർക്കം വലുതായത്? പൊതുസമൂഹം എന്ന് പറയുന്നതിനകത്ത് ഈ സ്വയം പര്യാപ്ത സംഘടനകൾക്ക് വലിയൊരു പങ്കുണ്ട്. അത് പഴയകാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ യുവജന, വിദ്യാർത്ഥി, തൊഴിലാളി യൂണിയൻ സംഘടനകളിൽ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്നത് പോരാ. ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചേരാൻ സ്വയം പര്യാപ്ത സംഘടനകളുടെ പ്രവർത്തനം ആവശ്യമാണ്. ഇത് കേരളത്തിൽ പ്രത്യേകിച്ചും സമീപകാലത്തായി വന്നിട്ടുള്ളൊരു മാറ്റമാണ്. ആ മാറ്റം മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും CPM-ഉം കോൺഗ്രസും തന്നെയാണ്. അങ്ങനെ വരുന്നത് ഒരു വൈരുദ്ധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനാധിപത്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് പഴയ കാലത്തേക്കാളേറെ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് നേരിട്ട് നൽകാതെ തന്നെ ഒത്തിരി സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള മേഖലകളുണ്ട്. ഐക്യരാഷ്ട്രസഭ മുതൽ ഒരുപാട് ഫണ്ടിങ് ഏജൻസീസൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഗുണം വരുന്ന രീതിയിൽ പ്രവർത്തിക്കാനായി ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ മുമ്പ് സാമൂഹ്യ സംഘടനകൾ, ഇപ്പോൾ ക്രൈസ്തവ സംഘടനകളും മിഷണറിമാരും ഒക്കെ മുമ്പും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ NSS, SNDPയും എല്ലാം ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യം കാണിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം മത്സരിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം അത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങളെ കൂടുതൽ അടുപ്പത്തിലെത്തിക്കുകയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ ഒരു വോളണ്ടിയറിസം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാനതിനെ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അങ്ങനെ വരുന്നതിൽ യാതൊരു അപാകതയുമില്ല എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ ആർ പ്രഭ, എന്തുകൊണ്ട് ജനശ്രീയെ വേട്ടയാടുന്നു എന്ന ചോദ്യമാണ് ജനശ്രീക്ക് ഉന്നയിക്കാനുള്ളത്. 5 വർഷം കൊണ്ട് ഒരു സ്വയം സഹായ സംരംഭക മിഷനിൽ ജനശ്രീ കൈവരിച്ച നേട്ടത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എലമെന്റ്സ് ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിന്റെ സാമ്പത്തിക വിനിയോഗ ക്രമത്തിൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ ഇപ്പോൾ ആരോപണങ്ങൾ ജനശ്രീയെ വേട്ടയാടുന്നത്? ഈ സംരംഭവുമായിട്ട് ആദ്യം മുതൽക്ക് തന്നെ വളരെ അടുത്തെറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ജനശ്രീക്ക് വേണ്ട സഹായങ്ങൾ, പ്രത്യേകിച്ചും പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത് ഇതാണ്. 2006 ജനശ്രീ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മിഷൻ തുടങ്ങിയതിന് ശേഷം 2010 ആണ് ഒരു സ്വന്തമായിട്ട് ഒരു മൈക്രോ ഫിനാൻസ് കമ്പനി രൂപവൽക്കരിക്കണമെന്നുള്ളതിൻ്റെ ആശയം ഉടലെടുത്തത്. ഇങ്ങനെ ഒരു പുതിയ കമ്പനി രൂപീകരിക്കുമ്പോൾ അതിന് ഏറ്റവും കുറഞ്ഞത് 2 കോടി രൂപയുടെ റെഗുലേറ്ററി ക്യാപിറ്റൽ ആവശ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിബന്ധനയാണ്. ഇത്തരത്തിലുള്ളൊരു കമ്പനി ഉണ്ടാക്കാനായിട്ട് ജനശ്രീ മുന്നോട്ട് വന്നതിൻ്റെ സാഹചര്യം തന്നെ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പ്രൊമോട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു സ്വയം സഹായ സംഘങ്ങളെ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്കിന് ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ്. ശ്രീ സനിൽകുമാറിലേക്ക് കൂടി കാര്യങ്ങൾ. ഒന്ന്, ഈ ജനശ്രീയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഉറവിടം അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തിക വിനിയോഗ ക്രമം സംബന്ധിച്ച വിവാദമാണ് ഉന്നയിക്കപ്പെടുന്നത്. താങ്കളുടെ നിരീക്ഷണത്തിൽ ജനശ്രീയുടെ സാമ്പത്തിക വിനിയോഗത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? ജനശ്രീയുടെ സാമ്പത്തിക വിനിയോഗത്തിൽ മാത്രമല്ല, വിനിയോഗം എന്ന് പറയുന്നത് ഒരു യൂസ് ഓഫ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ ഒരു ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്സാണ്. ഞാൻ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്സിൽ മാത്രമല്ല, ഇൻഫ്ലോ ഓഫ് ഫണ്ട്സിലും ഒരു അപാകതയും ഇന്ന് വരെ കണ്ടിട്ടില്ല. മുൻപ് എൻ്റെ അടുത്തിരിക്കുന്ന പ്രൊഫസർ പറഞ്ഞതുപോലെ കമ്പനി രജിസ്ട്രേഷൻ സമയത്ത് അദ്ദേഹവുമായിട്ട് ഞാൻ നിരന്തരം ഡേ ടു ഡേ എന്നുള്ളതല്ല, അവർ ടു അവർ ഞങ്ങൾ പരസ്പരം ലേസ് ഓൺ ചെയ്തിട്ടാണ് ഈ കമ്പനിയുടെ മെമ്മറാണ്ടവും ആർട്ടിക്കിൾസും ഒക്കെ ഉണ്ടാക്കിയത്.
അദ്ദേഹം ഒരു ബാങ്കിങ് മേഖലയിലെ എക്സ്പേർട്ടാണ്. പിന്നെ മൈക്രോ ഫിനാൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അപാരമായ വിജ്ഞാനവുമുണ്ട്. അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്തത്. അന്നും ഇന്നും ഒരു അപാകതയും ഈ കമ്പനിയുടെ മൂലധനത്തിലോ ഫണ്ട്സ് ഇൻഫ്ലോയിലോ ഔട്ട്ഫ്ലോയിലോ ഉണ്ടായിട്ടില്ല. മടങ്ങിയെത്താൻ താങ്കളിലേക്ക് ശ്രീ ബിജോയ് കൂടി ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ബിജോയ്, ഇത്തരത്തിലൊരു നോൺ ബാങ്കിംഗ് ഫിനാൻസ് ഏജൻസിയെ ഒരു ബ്ലേഡ് കമ്പനിയായി ചിത്രീകരിച്ച യാഥാർത്ഥ്യത്തെ താങ്കളെ പോലുള്ളവർ എങ്ങനെയാണ് കാണുന്നത്? ജനശ്രീ മൈക്രോഫിൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി റെഗുലേഷൻസ് അനുസരിച്ച് പ്രോപ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഫംഗ്ഷൻ ചെയ്തു വരുന്നതാണ്. എല്ലാ രീതിയിലുള്ള കംപ്ലയൻസസും, അത് കമ്പനി ലോ ആസ്പെക്റ്റിലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആസ്പെക്റ്റിലോ ആയിക്കോട്ടെ, 100% കംപ്ലൈഡ് ആയിട്ട് പലതരത്തിലുള്ള ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് രീതിയിലാണെങ്കിലും എല്ലാ രീതിയിലുമുള്ള കംപ്ലയൻസസ് ചെയ്തിട്ടുള്ള ജനശ്രീയെ കുറിച്ചിട്ട് അങ്ങനെ എന്താണ് ഒരു കമൻസ് വരാനുള്ളതിൻ്റെ റീസൺ എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ എൻ്റെ അറിവിൽ ആസ് എ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ദിസ് കമ്പനി എല്ലാ രീതിയിലുള്ള കംപ്ലയൻസസും കംപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. താങ്കളിലേക്ക് ഡോക്ടർ ഗോപകുമാർ, ജനശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതിന്റെ യാഥാർത്ഥ്യ വശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്. കേവല രാഷ്ട്രീയമാണോ ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് അലോക്കേഷനുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങളിൽ എത്തി നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമാണ് വന്നിരിക്കുന്നത്. മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ മത്സരം തന്നെയാണ് ഇവിടെ ആരോപണത്തിന്, ജനശ്രീക്കെതിരെ ആരോപണത്തിന് കാര്യമായി ഒരു അവസരം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതൊരു നല്ല ചർച്ചയ്ക്ക് വഴിവെച്ചാൽ അത് ജനാധിപത്യത്തിനും നമ്മുടെ തന്നെ രാഷ്ട്രീയ സംസ്കാരത്തിനും ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം സംഘടനകൾ രജിസ്റ്റർ ചെയ്യുന്ന മാത്രമല്ല, അവർക്ക് ഒരു പ്രോഗ്രാം കൊണ്ടോ ഒരു പ്രോജക്റ്റ് കൊണ്ടോ അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. നിരന്തരമായിട്ട് അവർ ഓഡിറ്റിന് വിധേയമാണ്. മാത്രമല്ല വിദേശ ഫണ്ടുകൾ വരുന്നുണ്ടെങ്കിലും ദേശീയ ഫണ്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചാർട്ടേഡ് അക്കൗണ്ടൻസ് മാത്രമല്ല, ഇത് ഗവൺമെൻറ്റിൽ റിപ്പോർട്ട് കൊടുക്കണം, റിട്ടേൺസ് സമർപ്പിക്കണം. ഇതിനെല്ലാം വ്യക്തമായ രേഖകളും അതിൻ്റേതായ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരുമെല്ലാം ഉള്ളതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടുതൽ സുതാര്യമായി കൊണ്ടുവരാൻ കഴിയും. ഒരുപക്ഷെ അതിനുവേണ്ടി പറയാൻ പറ്റുന്ന രണ്ടാൾക്കാരാണ് നമുക്ക് അപ്പുറത്തും ഇരിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത് ജനങ്ങളുടെ മുമ്പിൽ എന്താണെന്നുള്ളത് കാര്യമായൊന്ന് വിവരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ വിവരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആവേശത്തിൻ്റെ പിറകിൽ യാഥാർത്ഥ്യം എങ്ങനെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രത്യാരോപണങ്ങൾ പോലെ പെട്ടെന്ന് കഴുകിക്കളഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇത്. കാരണം ഇതിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സംഭാവനയുണ്ട്, അവർ നൽകിയ മാറ്റങ്ങൾ ഈ സമൂഹത്തിലുണ്ടാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പ്രവർത്തനങ്ങൾ സമൂഹത്തെ മാറ്റിമറിക്കാൻ തന്നെ കഴിയുന്ന രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് വരണമെന്നും അവരും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എന്ത് സമൂഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കേണ്ടതുമാണ്. ആ നിലയിൽ ജനശ്രീ കാണിച്ചത് നല്ലൊരു മാതൃക തന്നെയാണ്. ശ്രീ സനൽകുമാർ, ജനശ്രീ മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണ്, ഒരു സംഘടനയാണ്. ജനശ്രീ മൈക്രോഫിൻ എന്ന ഇതുമായി ബന്ധപ്പെട്ട സംഘടനയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം ഏതെങ്കിലും തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കാൻ കാരണമായിട്ടുണ്ടോ? സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണല്ലോ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനം, എൻ്റെ ജോലി ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എന്ന നിലയിൽ കൃത്യമായി ഞങ്ങൾ ഓഡിറ്റ് അവിടെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ജനശ്രീ സുസ്ഥിര മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയും ജനശ്രീ മൈക്രോഫിൻ എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയുമാണ്. അപ്പോൾ അഭിജിത്ത് തന്നെ പറഞ്ഞതുപോലെ ഒന്ന് ചാരിറ്റബിൾ സ്റ്റാറ്റസും മറ്റത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുമാണ്. ഇത് രണ്ടും രണ്ടായി തന്നെയാണ് കാണേണ്ടത്. പിന്നെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ ഇതൊക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് ഉതകുന്നതാണ്. അപ്പോൾ രണ്ട് പേര് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ രണ്ടിൻ്റെയും തുടക്കത്തിലുള്ള പ്രിഫിക്സ് ജനശ്രീ എന്നായിപ്പുഹി എന്നതാണോ കുറ്റം എന്നെനിക്കറിയില്ല. ഞാനതിൽ ഒരു അപാകതയും കാണുന്നില്ല, നന്മയെ കാണുന്നുള്ളൂ. കാരണം അക്കൗണ്ട്സും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാണല്ലോ, പിന്നെന്താണ് പ്രശ്നം? ശ്രീ ആർ പ്രഭ, രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ നിന്ന് 14 കോടി രൂപ ജനശ്രീക്ക് അനുവദിച്ചുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾക്ക് മറ്റൊരു തലം കൈവന്നത്. എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യം വിവാദത്തിലേക്ക് പോയി എന്നാണ് താങ്കൾ ഇതുമായി ബന്ധപ്പെട്ടതിന്റെ തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നത്? ഒരു നിഷ്പക്ഷവാദി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ഇതിന് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഞാനൊരു രാഷ്ട്രീയത്തിൽ മാത്രത്തോളം പ്രാഗൽഭ്യം നേടിയ ഒരു വ്യക്തിയല്ല. അതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യാനും പ്രയാസമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഈ പ്രത്യേക പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് നടക്കുന്നൊരു പദ്ധതിയാണ്. അത് NGOs വഴി നടപ്പാക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു പദ്ധതിയാണ്.
ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് വരുന്ന പണം ബാക്ക് എൻഡ് സബ്സിഡിയാണ്. അത് ബാങ്കിലേക്ക് പോകുന്ന പണമാണ്. അതിൽ നിന്ന് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സബ്സിഡി ആയിട്ട് ചെലവ് ചെയ്യപ്പെടുന്നത്. അതിൽ നിന്നും ഒരു പൈസ പോലും എനിക്ക് തോന്നുന്നില്ല അതിൽ ജനശ്രീ സുസ്ഥിര വികസന മിഷന് കിട്ടുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചറായിട്ട് കിട്ടുന്നു.